ഹായ് ഹലോ. അങ്ങനെ രാത്രിത്തെ ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ കഴിഞ്ഞ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലി ആയിരുന്നു. പിന്നെ കുറച്ച് പൊങ്കൽ അപ്പുറത്തുനിന്ന് കൊണ്ട് തന്നായിരുന്നു കേട്ടോ. സോറി, പൊങ്കലല്ല, തേങ്ങാച്ചോറ്. അതും കഴിച്ച് ഞങ്ങൾ ബിരിയാണി വാങ്ങാൻ ഇറങ്ങിയതാണ്. ബർത്ത്ഡേ സ്പെഷ്യൽ ബിരിയാണി. അവിടുത്തെ ബിരിയാണി ഉണ്ടല്ലോ, ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾക്ക്. എല്ലാ വർഷവും ചെന്നാലും ഫസ്റ്റ് ഡേ ബിരിയാണിയാണ് ഞങ്ങൾക്ക്. അപ്പം ഇപ്രാവശ്യം പിന്നെ ചെന്ന ആ ഫസ്റ്റ് ഡേ തന്നെ ബർത്ത്ഡേ ആയതുകൊണ്ട് അങ്ങനെ അങ്ങ് ഇറങ്ങി. അപ്പോൾ ഈ എടുക്കുന്നത് വെറും 40 രൂപയ്ക്കാട്ടോ. നമ്മുടെ നാട്ടിൽ കിട്ടുമോ 40 രൂപയ്ക്ക് ഇത്രയും മുല്ലപ്പൂ? പിന്നെ ഒരു ചെറിയ പീസ് അല്ലുവിനും തന്നായിരുന്നു. അപ്പോൾ ഇത് മലരക്കയാട്ടോ. ഇപ്പം ഞങ്ങളിപ്പോൾ 4 വർഷമായിട്ട് തുടർച്ചയായിട്ട് ഞങ്ങളിവിടെ വരുന്നതുകൊണ്ട് ഞങ്ങളെ നല്ല അറിയാം. ഭയങ്കര കാര്യമാട്ടോ നമ്മളെ. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ബിരിയാണി വാങ്ങാനാണ്. അപ്പോൾ ഭയങ്കര സ്നേഹമാട്ടോ. സത്യം പറഞ്ഞാൽ അവിടെ ഉള്ളവർക്ക് ഭയങ്കര സ്നേഹമാണ്. അങ്ങനെ അവിടെ നിന്നൊരു ടൗൺഷിപ്പൊക്കെ കഴിഞ്ഞിട്ട് വേണം, നമ്മൾ മാർക്കറ്റും കഴിഞ്ഞിട്ടാണ് അവിടെ ഒരു സ്ട്രീറ്റ് ഉണ്ട്, അവിടെയാണ് ഫുഡൊക്കെ. അങ്ങനെ ഞാൻ എന്നെ തന്നെ നോക്കി അയവിറക്കിക്കൊണ്ടിരുന്നതാണ്. അപ്പോൾ പിന്നെ നാട്ടിൽ നമുക്കിതൊന്നും ഇത്രയും ഇങ്ങനെ വെച്ചുകൊണ്ട് നടക്കാനുള്ളത്, നല്ല വില കൊടുക്കണം. പിന്നെ അവിടെ എന്ന് പറഞ്ഞാൽ യൂസ്ഡ് ആണ് എല്ലാവരും. അവർക്ക് മുല്ലപ്പൂ അല്ല, അവർക്ക് പൂ ഇല്ലാതൊരു ജീവിതം ഇല്ലല്ലോ. പിന്നെ അവിടുന്ന് ഞങ്ങൾ വന്നു ബിരിയാണി വാങ്ങി. ഇത് നമ്മൾ വാങ്ങുന്നത് ബക്കറ്റ് ബിരിയാണി. ഇത് സിംഗിൾ അല്ല, ബക്കറ്റ് നമ്മൾ കൊണ്ടുപോകണം കേട്ടോ. ബക്കറ്റ് അവർ ബക്കറ്റ് തരത്തില്ല, നമ്മൾ ബക്കറ്റ് കൊണ്ടുപോകണം. അപ്പോൾ ചേച്ചി ഇത് സ്ഥിരം ബിരിയാണി മേടിക്കുന്ന ബക്കറ്റാണ്. അപ്പോൾ നമ്മൾ ഇത്ര രൂപയ്ക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും രൂപയ്ക്കുള്ള ആദ്യം ചിക്കൻ അളന്നെടുത്ത് എത്ര രൂപ അങ്ങനെ. പിന്നെ അത് കഴിഞ്ഞിട്ട് എക്സ്ട്രാ റൈസും ചിക്കൻ ഫ്രൈയും ഇട്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് എക്സ്ട്രാ ചിക്കൻ ഫ്രൈ അല്ലാതെ തന്നെ വാങ്ങിയായിരുന്നു. പിന്നെ അവിടുന്ന് വന്നത് ജ്യൂസ് കുടിക്കാനാണ്. അവിടുത്തെ സ്പെഷ്യൽ എന്താ പറയുക, ഇങ്ങനെ വലിയ പാത്രത്തിനകത്ത് ഇങ്ങനെ ഐസൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നത് എല്ലാം ഉണ്ട്. റോസ് മിൽക്കും പിസ്ത ബദാം എല്ലാം ഉണ്ട്. പിന്നെ നാരങ്ങ വെള്ളവും. അവിടെ ഭയങ്കര ചിലവായിരുന്നു, കാര്യം അവിടെ നല്ല ചൂടല്ലേ. അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ അവിടെ നല്ല ചിലവാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു ലൈം ജ്യൂസ് കുടിച്ചു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വന്നു. ബർത്ത്ഡേയുടെ സ്പെഷ്യൽ ബിരിയാണിയൊക്കെ കഴിച്ച് നല്ല ഹാപ്പിയായി. ബാക്കിയെല്ലാം അടുത്ത